അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, മൂന്നാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 2024 മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ നമ്മൾ നല്ലോണം നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. പരീക്ഷ നമുക്ക് വളരെ എളുപ്പമാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഒരുപാട് വർഷത്തെ ചോദ്യപേപ്പർ നമുക്ക് നോക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ശരി നൽകാനാണ്. ഒന്ന്, നിസ്കാരത്തിൽ സലാം വീട്ടിയ ഉടനെ ചൊല്ലണം. അൽഹംദുലില്ലാ, അസ്തഗ്ഫിറുല്ലാ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് അസ്തഗ്ഫിറുല്ലയാണ്. ശരി അല്ലേ? രണ്ട്, നിസ്കാരത്തിൽ രണ്ടാമത്തെ സലാം വീട്ടൽ സുന്നത്ത് നിർബന്ധം. ഏതാണ് ശരി? സുന്നത്ത്. ഒന്നാം സലാം വീട്ടൽ മാത്രമേ നിർബന്ധമുള്ളൂ അല്ലേ? അടുത്തത്, സുജൂദിൽ തലയുടെ ഭാരം നിലത്ത് പതിയണം, നിലത്ത് പതിയേണ്ടതില്ല. എന്താ ശരി? നിലത്ത് പതിയണം. ഇതാണ് ശരി അല്ലേ? രണ്ട് സുജൂദിനിടയിൽ ഇരിക്കൽ സുന്നത്താണ്, ഫർളാണ്. ഏതാണ്? ഫർളാണ് അല്ലേ? രണ്ട് സുജൂദിൻ്റെ ഇടയിൽ ഒരു സുജൂദ് കഴിഞ്ഞ് എണീറ്റ് വന്ന് വീണ്ടും ഇരിക്കുക, എണീറ്റ് ഇരിക്കുക, അതിനെന്താ? ഫർളാണ്. അടുത്ത്, വലാ യഇസ്സു മൻ അലൈക ആദൈത്താണ് അല്ലേ? അടുത്ത്, തബാറക്ത റബ്ബന വതആലംത വതആലൈത. ഏതാ ശരി? വതആലൈത. അടുത്തത്, 2 വീതം എഴുതാം. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ് 5. അതിൽ നിന്ന് 2 ആണ് എഴുതാൻ പറഞ്ഞത്. എന്തൊക്കെ? നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ വല്ലതും ഒഴിവാക്കുക, ഏതെങ്കിലും ഷർത്തിന് ഭംഗം വരിക, 2 അക്ഷരമോ അർത്ഥമുള്ള 1 അക്ഷരമോ ഉച്ചരിക്കുക, തുടർച്ചയായി 3 തവണ അനങ്ങുക, ഉമനീരല്ലാതെ ഏതെങ്കിലും വസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കുക. ഈ 5 മുബ്തിലാത്തു സ്വലാത്ത്. അപ്പോൾ ഇതിൽ നിന്നൊരു 3 നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ 2 ഇതിൽ നിന്ന് 2 എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. അടുത്ത ചോദ്യം, നിസ്കാരത്തിൽ കറാഹത്താകുന്ന കാര്യങ്ങൾ. ഇതാണ് നിസ്കാരത്തിൽ കറാഹത്താകുന്ന കാര്യങ്ങൾ. 1, 2, 3. അവിടെ 6 പറയുന്നുണ്ട് അല്ലേ? നിങ്ങളൊരു 3 പഠിച്ചു വെക്കുക. നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വെക്കുക, തലയും ചുമലും തുറന്നിടുക, ഒരു കാലിൽ നിൽക്കുക. അപ്പോൾ ഇതിൽ നിന്ന് 2 നിങ്ങൾ എഴുതിയാൽ മതി. മുകളിലേക്ക് നോക്കുക, വസ്ത്രം, മുടി എന്നിവ ചുരുട്ടി വെക്കുക, നടുവിന് കൈ കൊടുക്കുക. ഇതൊക്കെയാണ് നിസ്കാരത്തിലെ കറാഹത്തുകൾ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഫാത്തിഹ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഫാത്തിഹ ഓതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ അരക്കൊല്ല പരീക്ഷയ്ക്ക് പഠിച്ച ചോദ്യമാണ്. ഞാനിതിങ്ങനെ കാണിച്ചു തരുന്നത് എന്തിനാണ്? നിങ്ങൾ ഈ എഴുതുന്നത് പഠിക്കണം. ഞാനിത് ഉത്തരങ്ങൾ മാത്രം പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് എഴുതൽ എങ്ങനെ മനസ്സിലാവില്ല. അപ്പോൾ അത് എഴുതലും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്ക് തുറന്ന് ഓരോ പാഠത്തിലെയും ആൻസർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളിത് എഴുതുന്നത് എങ്ങനെ ശ്രദ്ധിക്കുക. അപ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളുടെ മഹ്റജുകൾ: 1, വിശേഷണങ്ങൾ 2, ഷദ് 3, മദ് 4 കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. ഏതൊക്കെ? അക്ഷരങ്ങളുടെ മഹ്റജുകൾ, വിശേഷണങ്ങൾ, ഷദ്, മദ്. ഇതാണ് സൂക്ഷിക്കേണ്ടത്. അടുത്ത ചോദ്യം പൂർത്തിയാക്കാം. വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമമാത്. അടുത്തെന്താ? വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അപ്പം നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് അങ്ങനത്തെ ചോദ്യം തരുന്നത്. മസീഹി ദജ്ജാൽ വരെ നിങ്ങൾ പഠിക്കണം എന്ന് മാത്രമല്ല എഴുതാനും പഠിക്കണം. വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അടുത്ത്, വഅല ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അടുത്ത ചോദ്യം, അസ്സലാമു അലൈക്കും എന്നതാണ് സലാമിൻ്റെ വചനം. വറഹ്മത്തുള്ളാ എന്നുകൂടി ഡാഷ്. അസ്സലാമു അലൈക്കും എന്നതാണ് സലാമിൻ്റെ വചനം. വറഹ്മത്തുള്ളാ എന്നുകൂടി പറയൽ സുന്നത്തുണ്ട്. അപ്പം അത് എല്ലാവരും പഠിക്കുക. അടുത്ത ചോദ്യം, തുമഇനീനത്ത് അനക്കം അടങ്ങുകയാണ് ഇതിൻ്റെ ഡാഷ്. എന്താ? വിവക്ഷ എന്ന് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുകൂടി നിങ്ങൾ പഠിക്കണം. വിവക്ഷ. ഇവിടെ പരീക്ഷയ്ക്ക് അനക്കം അടങ്ങുക ഡാഷ് തുമഇനീനത്ത്, അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ അത്തുമഇനീനത്ത് ഡാഷ് അനക്കം അടങ്ങുക.
പിന്നെ തുമൈനീനത്ത് അനക്കം അടങ്ങുകയാണ് ഇതിൻ്റെ, അതാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ എന്താ ഉത്തരം? വിവക്ഷ. അപ്പം അത് നിങ്ങൾ കാണാതെ പഠിക്കുക. അടുത്ത ചോദ്യം, ഉത്തരം എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലവട്ടം മടക്കി നിസ്കരിപ്പിച്ച നിസ്കാരം ഏതാണ്? തുമഇനീനത്ത് ഇല്ലാത്ത നിസ്കാരം. തുമഇനീനത്ത് ഇല്ലാത്ത നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലവട്ടം മടക്കി നിസ്കരിപ്പിച്ചിട്ടുണ്ട്. തുമഇനീനത്ത് ഇല്ലാത്ത നിസ്കാരമാണ് അതിൻ്റെ ഉത്തരം. അടുത്തത്, ഒരു വിശ്വാസി കൂടുതൽ അള്ളാഹുമായി അടുപ്പിക്കുന്ന ഇബാദത്ത് ഏതാണ്? ഇത് നമ്മൾ 1-ാം പാഠത്തിൽ പഠിക്കുന്നതാണ്. ഒരു വിശ്വാസിയെ അള്ളാഹുമായി കൂടുതൽ അടുപ്പിക്കുമെന്ന് അവന് മനസ്സിലായി. ഏതാണത്? നിസ്കാരം. അപ്പോൾ ഏതാ ഇബാദത്ത്? നിസ്കാരം. അടുത്തത്, വുളൂഇന് നിസ്കാരത്തിൻ്റെ സമയം ആയി എന്ന് ഉറപ്പുവരുത്തണം. ആര്? നിത്യവും അശുദ്ധിയിൽ ഉള്ളവർ നിസ്കാരത്തിൻ്റെ സമയം ആയി എന്ന് ഉറപ്പുവരുത്തണം. കണ്ടോ? അപ്പോൾ ആരാണത്? നിത്യവും അശുദ്ധിയുള്ളവർ. അതിൻ്റെ ഉത്തരം ആരാണ്? നിത്യവും അശുദ്ധിയുള്ളവർ. ഒരു ചോദ്യത്തിന് 2 മാർക്ക് കേട്ടോ. പിന്നെ നജസിൽ പെടാത്ത ശവങ്ങൾ ഏതാണ്? നജസിൽ പെടാത്തത്. നജസിൽ പെടുന്നത് നമുക്ക് എഴുതാൻ കഴിയും, പക്ഷെ നജസിൽ പെടൂല. ശവമാണ്, പക്ഷെ എന്താകൂല? നജസിൽ പെടൂല. അത് നജസിൽ പെടാത്ത ശവം ഏതാണ് എന്നാണ് ചോദിച്ചത്. മനുഷ്യൻ, മത്സ്യം, ജറാദ്. മനുഷ്യൻ, മത്സ്യം, ജറാദ്. അത് കാണാതെ പഠിക്കാം. അടുത്തത്, വിസർജനം ഹറാമാണ് എവിടെയാണ് വിസർജനം ഹറാം? മറ കൂടാതെ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഹറാമാണ്. എങ്ങനെയാണ്? മറ കൂടാതെ ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഹറാമാണ്. അടുത്ത ചോദ്യം വ്യക്തമാക്കാം. ഫർളായ കുളിയുടെ നിയ്യത്ത്. എന്താണ് ഫർളായ കുളിയുടെ നിയ്യത്ത്? പല കുട്ടികളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സ്ഥലമാണിത്. എന്താണ് ഫർളായ കുളിയുടെ നിയ്യത്ത്? കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. എന്താണ്? കുളി എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. അതാണ് കുളിയുടെ നിയ്യത്ത്. അടുത്തത്, വുളൂഇൽ 2 മുൻകൈ കഴുകുമ്പോൾ ചൊല്ലേണ്ടത്. എന്തൊക്കെയാണ് വുളൂഇൽ 2 മുൻകൈ കഴുകുമ്പോൾ ചൊല്ലേണ്ടത്? അഊദും ബിസ്മിയും 2 ഷഹാദത്തും പിന്നെ അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാ തഹൂറ. അപ്പം നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അൽഹംദുലില്ലാഹി ജഅലൽ മാ തഹൂറ. അങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി അഊദും ബിസ്മിയും 2 ഷഹാദത്തും പിന്നെ അൽഹംദുലില്ലാഹ് ഇങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കാരണം രണ്ടും ഉത്തരം ശരി തന്നെയാണ്. അടുത്ത ചോദ്യം, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ. ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉറക്കം, ഭ്രാന്ത്, ബോധക്ഷയം, മത്ത്. അപ്പോൾ ഇതെങ്ങനെ എഴുതുക? നിങ്ങൾ ഉറക്കം ആർക്കും തെറ്റൂല, പക്ഷെ ഭ്രാന്ത് എഴുതുമ്പോൾ തെറ്റും അല്ലേ? ഭ്രാന്ത്, ബോധക്ഷയം, മത്ത്. അപ്പോൾ ശ്രദ്ധിച്ചു പഠിക്കുക, അക്ഷരത്തെറ്റി വരരുത്. അടുത്ത ചോദ്യം, അസ്വലാത്തു ഖൈറും മിനന്നൗം എന്ന് കേൾക്കുമ്പോൾ എന്ത് ചൊല്ലണം? അസ്വലാത്തു ഖൈറും മിനന്നൗം എന്ന് കേൾക്കുമ്പോൾ എന്ത് ചൊല്ലണം? അഖാമഹ അല്ലാഹു അദാമഹ വജഅലനി മിൻ സ്വാലിഹൈലിഹ. നിങ്ങൾക്ക് എല്ലാവർക്കും ചൊല്ലാൻ കിട്ടും, പക്ഷെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അഖാമഹ അല്ലാഹു വ അദാമഹ വജഅലനി മിൻ സ്വാലിഹി അഹ്ലിഹ. സ്വാലിഹി എന്നുണ്ട് കേട്ടോ, സ്വാലിഹി അഹ്ലിഹ. അതാണ് അഖാമഹ അല്ലാഹു കേൾക്കും. ഖദ് ഖാമത്തി സ്വലാത്തു എവിടെ? അസ്വലാത്തു ഖൈറുമിൻ അസ്വലാത്തു ഖൈറുമിനോ കേൾക്കുമ്പോഴാണ് പറയേണ്ടത് അല്ലേ, ചൊല്ലേണ്ടത്. അപ്പൊ എന്താണ്? സ്വതക്കുത്ത വബരിർത്ത. അടുത്തത്, നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ്? അല്ലാഹു അക്ബർ അല്ലേ? അതെവിടെ പറയുന്നത്? ഇതാ തക്ബീറത്തുൽ ഇഹ്റാം. നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്ന അല്ലാഹു അക്ബർ എന്നതിന് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നു. നിങ്ങൾ കാണാൻ പഠിക്കണം. എന്താണ് ഉത്തരം? അല്ലാഹു അക്ബർ. അടുത്തത് പിന്നെ ക്രമത്തിലാക്കാം. എന്താണ്? വലി വാലിദയ്യ സഗീറ ഇർഹംഹുമ കമാ റബ്ബയാനി റബ്ബി ഗഫിർലി. ഇതെവിടെ പറയുന്നത് അറിയോ? ഇത് നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന പറയുന്ന പാഠത്തിലുള്ളത്.
ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ട് ഇത് കുനൂത്തിലാണ്, പക്ഷെ കുനൂത്തിലല്ല, നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന പറയുന്നിടത്താണ് ഇത് പറയുന്നത്. ഇതാ ഇവിടെ റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അപ്പോൾ ഈ ദുആ നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിക്കുക, പ്രത്യേകിച്ച് അവസാന ഭാഗങ്ങളൊക്കെ പഠിക്കുക. ഇങ്ങനത്തെ ദിക്റുകളുടെ ഒക്കെ വലിയ വലിയ ദിക്റുകളുടെ ഒക്കെ അവസാന ഭാഗം ചോദിക്കുന്നത്, കാരണം പൂർണ്ണമായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. ഇത് റബ്ബിഗ്ഫിർലി വർഹംനി വജുബുർനി വർഫാനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഓക്കെ, അടുത്ത അർത്ഥം എഴുതാം. ഇതാണ് പല ആളുകൾ ശ്രദ്ധിക്കാത്തത്. വബാരിക്ലി ഫീമാ അത്തൈത്ത്, അതിൻ്റെ അർത്ഥം എഴുതാനാണ്. അതെവിടെ പറയുന്നത്? വബാരിക്ലി ഫീമാ അത്തൈത്തിൻ്റെ അർത്ഥം പല കുട്ടികളും അത് കണ്ടിട്ടില്ല. ഈ കുനൂത്തിൻ്റെ അർത്ഥം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പക്ഷേ പലരും അതെന്തായിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇതാ ഇവിടെ ഓരോന്നിൻ്റെ അർത്ഥമുണ്ട്. അല്ലാഹുവേ, നീ സന്മാർഗത്തിലാക്കിയവരോടൊപ്പം എന്നെയും നീ സന്മാർഗത്തിലാക്കണമേ. നീ സുഖം നൽകിയവരോടൊപ്പം എനിക്കും സുഖം നൽകണമേ. നീ സംരക്ഷണം ഏറ്റെടുത്ത്, അങ്ങനെ ഓരോന്നിൻ്റെ അർത്ഥമുണ്ട്. അപ്പോൾ ഒബാരിക്കലി ഫീമാ അത്തൈത്ത് ഇതാണ്, നീ നൽകിയതിൽ എനിക്ക് നീ ബറക്കത്ത് നൽകണമേ. ഒബാരിക്കലി ഫീമാ അത്തൈത്ത് നിങ്ങൾ അറബിയും അതിൻ്റെ മീനിങ് ഒരുമിച്ച് ചൊല്ലി പഠിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് അർത്ഥം കിട്ടും. നീ നൽകിയതിൽ എനിക്ക് നീ ബറക്കത്ത് ചെയ്യണം. അപ്പോൾ ഇതാണ് 2024 ഫിഖ്ഹിൻ്റെ ചോദ്യങ്ങൾ. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ.